السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تمم بالخير والسعادة. اللهم إنا نسألك قلبا سليما يا أرحم الراحمين. اللهم وجهنا إلى الخير، وجه الخير إلينا يا أرحم الراحمين. ബഹുമാനമുള്ള ഫിഖ്ഹ് മസ്അല ക്ലാസ് റൂം, അസ്സുആൽ വൽ ജവാബ് ക്ലാസ് റൂമിലെ മെയിൽ ആൻഡ് ഫീമെയിൽ ഖുർആൻ ഹദീസ് പഠനവേദി, പുല്ലാര ഹിദായ കൂട്ടായ്മ ക്ലാസ് റൂം, അതുപോലെ നമ്മുടെ ക്ലാസ് സശ്രദ്ധം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനികളായ അഹ്ലുൽ ബൈത്ത്, അതുപോലെ തന്നെ സാദാത്തുകൾ, സയ്യിദാത്തുകൾ, പണ്ഡിതന്മാർ, അഭ്യസ്തവിദ്യരായ സഹോദരന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ് റൂമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അഡ്മിൻസ്, എല്ലാവരെയും ബഹുമാനാദരവോടെ കാണുന്നു. മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയം ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ ദിവസം വരെ ഒരു മാസവും ചില്ലറയുമായി നമുക്ക് അതിലൂടെ സഞ്ചരിക്കാൻ തൗഫീഖ് കിട്ടി. അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കാം. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നാം ചർച്ചക്കെടുത്തു. ഞാനടക്കം നാം അതെല്ലാം മനസ്സിലാക്കി നാം ജീവിതത്തിൽ പകർത്താനുള്ള അസ്മ് എടുത്തവർ തന്നെയാണ് ഒരുവിധം എല്ലാവരും. അള്ളാഹു നമുക്ക് ആ പ്രയാണം ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാം. അതുപോലെ പലവരും, ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോലിയുടെ കാര്യങ്ങൾ ഉള്ളവരുണ്ട്, മക്കളുടെ പഠന കാര്യങ്ങളുള്ളവരുണ്ട്, രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പല പല കാര്യങ്ങളും മനസ്സിൽ നീറിപ്പുകയുന്ന ഒരുപാട് സഹോദരിമാർ ഉണ്ട്, ഞാനടക്കം നാം എല്ലാവരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും വളരെ വ്യക്തമായും വിശാലമായും തഫ്സീലിയായും അറിയുന്നവനാണ്. അള്ളാഹു അതിനൊക്കെ നമുക്ക് പരിഹാരം കാണിച്ചു തരും എന്ന ഉറപ്പോടെ നമുക്ക് അള്ളാഹുലേക്ക് കരങ്ങൾ ഉയർത്താം. അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹു ഞങ്ങൾ ചൊരിയനെ റഹ്മാനെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അതുപോലെ ചിലപ്പോഴൊക്കെയും കേൾക്കുന്ന ചില വാർത്തകൾ നമ്മെ വളരെയധികം ഞെട്ടിക്കുന്നതായിട്ട് ചിലപ്പോൾ തോന്നാറുണ്ട്. അടുത്ത ദിവസം ഒരു ചെറിയ കുട്ടിയുടെ ഒരു വോയിസ് എന്റെ ശ്രദ്ധയിൽ വന്നു. പ്രത്യേകിച്ച് അതൊരു പിതാവിന്റെ പീഡനമുറയാണ് പറഞ്ഞത്. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. എങ്കിലും അത്രക്കും മോശമായ പ്രവർത്തനങ്ങളൊക്കെ സ്വന്തം മക്കളിലൂടെയും ആവാം എന്ന് ചിന്തിക്കുന്ന ചില രക്ഷിതാക്കൾ എന്ന് പറയുന്ന മൃഗീയ സ്വഭാവമുള്ളവര് അങ്ങിങ്ങായി ഇല്ലാതില്ല. എങ്കിൽ ഇപ്പോൾ ഞാൻ ആ വാക്ക് ഇവിടെ പ്രയോഗിച്ചത് നമുക്കെല്ലാവർക്കും കൂട്ടമായി ഒരു പ്രാർത്ഥന. ഈ വോയിസ് എല്ലാവരും കേൾക്കുന്നുണ്ടാവും. കേൾക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും ഒരു ഫാത്തിഹ അങ്ങ് ഓതുക. ഈ ഫാത്തിഹ സൂറത്തിന്റെ ഹക്ക് കൊണ്ട് ആ പിതാവ് എന്ന് പറയുന്ന മനുഷ്യന് നല്ല ബോധം കൊടുക്കുകയും ആ കുട്ടിയെ പീഡനത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണേ റബ്ബേ എന്ന് നമുക്ക് ഒന്ന് മനസ്സിരിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. മുസ്ലിമിന്റെ ഒരു ദിവസം, ഈ വിഷയം ആ കുട്ടിയുടെ ആരോ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കും ഇത് ഉപകാരമാവുമല്ലോ. ഏതായിരുന്നാലും നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഇസ്തിഖാറ എന്ന വിഷയമാണ് നമ്മുടെ മുമ്പിലുണ്ടായത്. അതുപോലെ തന്നെ നമുക്കറിയാം, മഹത്തായ ഒരു അനുഗ്രഹമായ ഉറക്ക് നമുക്ക് കിട്ടുകയും ആ ഉണർവ് കിട്ടുകയും ചെയ്തു. ഉറക്കില്ലാതെ ഒരാൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കിടന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ സമനില തെറ്റിപ്പോകും. അദ്ദേഹം വലിയ ഒരു രോഗിയായിത്തീരും. അങ്ങനെയാണ് അതിന്റെ വസ്തുത.
ഒരു ചെറിയ വേദന നമ്മുടെ കാലിൽ എവിടെയെങ്കിലും ഉണ്ടായാലും മതി, ആ വേദന കൊണ്ട് നമ്മൾ പിന്നെ ഉറങ്ങുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും ചാഞ്ഞും കിടക്കുകയാണ്. ഉണർവിലാണെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ്. ആ വേദന സഹിക്കവയ്യാതെ നാം നീറിപ്പുകഞ്ഞുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനോ ആരോടെങ്കിലും നല്ല നിലക്കൊന്ന് സംസാരിക്കാനോ ഒന്ന് സന്തോഷം പങ്കിടാനോ മറ്റോ ഒന്നിനും കഴിയാതെ നമ്മുടെ ജോലികളൊന്നും കൃത്യമായി ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്നൊരു ഘട്ടവുമുണ്ട്. എങ്കിൽ അതിൽ നിന്നെല്ലാം വളരെ 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 ക്ലിയർ ആയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന മഹത്തായ ആ അനുഗ്രഹത്തെ എങ്ങനെ വിലയിരുത്തപ്പെടണമെന്ന് ഒരു വിശ്വാസി ഇരുന്ന് ചിന്തിച്ചാൽ അതിന് ഹദ്ദും ഹസ്റുമില്ല. ആ നിലക്ക് വീണ്ടും വിശാലമായി കിടക്കുകയാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തിന് നാം അള്ളാഹുവിന് ശുക്ർ ചെയ്യണം എന്നതാണല്ലോ. പക്ഷെ അങ്ങനെയൊക്കെ ആണ് എന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പരിശുദ്ധ ഖുർആൻ നമുക്കൊരു പാഠം നൽകിയിട്ടുണ്ട്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ഷൈഅൻ മദ്കൂറ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. ഈ ഭൗതിക ലോകത്ത് നമ്മെ അള്ളാഹു പടച്ചു. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിന്റെ തുടക്കം തന്നെ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. നമ്മുടെ പടപ്പത്തരത്തിന്റെ, നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഗൗരവവും അതിന്റെ മഹത്വവും നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ അവതരിക്കുന്നത്. പുണ്യപ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന കേൾപ്പിക്കുന്നത്. അവിടെയും പറഞ്ഞത് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ്. സൃഷ്ടിച്ച നാഥന് നിങ്ങൾ വഴിപ്പെടുക, സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ മനസ്സിലാക്കുക, ആ സൃഷ്ടിച്ച നാഥന്റെ പേര് കൊണ്ട് നിങ്ങൾ തുടങ്ങുക എന്നായിരുന്നല്ലോ. അപ്പോൾ അതിൽ ആഴിയായി കിടക്കുന്ന, അമീഖായി കിടക്കുന്ന, നമ്മുടെ ചിന്താശക്തി വികസിപ്പിച്ചെടുക്കേണ്ടുന്ന, നമ്മെ നന്നാക്കുന്ന വിഷയം ആ ഒരൊറ്റ ആയത്തിൽ തന്നെ നമുക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മുടെ ആ പടപ്പത്തരത്തെ കുറിച്ച് അള്ളാഹു പലയിടങ്ങളിലായി പല രീതിയിലും അതിന്റെ എല്ലാ വ്യവസ്ഥകളെയും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മെ പടച്ചത് എന്നതും ആ പടപ്പത്തരത്തിന്റെ ഹൈസിയത്ത്, അതിന്റെ കൈഫിയത്ത്, അതിന്റെ രീതി, അതിന്റെ ഭാവം, അതിന്റെ ഭേദം മുഴുവനും നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. എന്നാൽ റബ്ബ് പറയുന്നു, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ്. കൂട്ടിക്കുഴക്കപ്പെട്ട ആ മണ്ണ്, അതിൽ നിന്നാണ് നമ്മുടെ തുടക്കം. അവിടെ നിന്ന് പിന്നെ നമുക്ക് നാം നീച്ചമായി കാണുന്ന ആ ഇന്ദ്രിയത്തുള്ളിന് നമ്മൾ പടക്കപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹ് പറയുന്നു നബ്തലീഹി എന്നാണ്. ആ ഇന്ദ്രിയമായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമുക്കൊരു പരീക്ഷണശാല നമുക്ക് അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്നിങ്ങോട്ട് മുഴുവനും നമുക്ക് പരീക്ഷണമാണ്. ആ പരീക്ഷണ ഹാളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു പരീക്ഷ ഹാളിലാണ് എന്ന് റബ്ബ് നമുക്ക് പാഠം തരികയാണ്. ആ പരീക്ഷണശാലയിൽ നമുക്ക് ഒന്നിരിക്കൽ മനുഷ്യൻ ഷക്കൂറാവും അല്ലെങ്കിൽ കഫൂറാവും. അത് അള്ളാഹു അടുത്ത ആയത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കാനുള്ള വലിയൊരു പോയിന്റ് ഇവിടെ, ഇങ്ങനെ ഒരു പരീക്ഷണശാലയിലാണ് എന്ന ഒരു ഉത്തമ ബോധം നമുക്കുണ്ടാവുമ്പോൾ ഉറപ്പായിട്ടും പല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ചവിട്ടടി മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണ്. ചിലപ്പോൾ നമുക്ക് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയ ആഫത്തുകളായിരിക്കും, വലിയ മുസീബത്തുകളായിരിക്കാം, വലിയ പ്രശ്നങ്ങളായിരിക്കാം, സങ്കുചിതമായ പ്രശ്നങ്ങളായിരിക്കാം, സങ്കീർണമായ പ്രശ്നങ്ങളായിരിക്കാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു മുസ്ലിം ആയിട്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് അവന്റെ ദിവസങ്ങൾ തള്ളി നീക്കണമെങ്കിൽ ആ ഒരു ദിവസത്തിൽ ഇവൻ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെടേണ്ടത്, എങ്ങനെയാണ് അതിൽ നിന്ന് മുക്തമാവാനുള്ള വഴി സ്വീകരിക്കേണ്ടത് എന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ദിവസവും അല്ലെങ്കിലും ആഴ്ചയിലല്ലെങ്കിലും മാസത്തിലല്ലെങ്കിലും ഒക്കെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ബേജാറായി, വിഭ്രാളപ്പെട്ട്, ഫസഇലായി, ജസഇലായി, ഹൈറിയത്തിലായി ഇങ്ങനെ നാം നടക്കേണ്ടെന്ന് ആവശ്യമില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴും മുസ്ലിമിന്റെ ഒരു ദിവസം അവനിലേക്ക് അടുത്തു വരുമ്പോൾ അതിനൊക്കെ വഴികളും അതിന് രക്ഷപ്പെടാനുള്ള വഴിധാരകൾ, അതിന്റെ മാധ്യമങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ഒന്നാമത്തെ പോയിന്റാണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സൂറത്തുൽ ഇസ്തിഖാറ നമുക്ക് മനസ്സിലായി. എങ്കിൽ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാനുള്ള ഒരു പോയിന്റ്, ഒരു വഴിയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ക്ലാസ് റൂമിലും കയറി ചോദിക്കാറുണ്ട്, എന്താണ് ഈ സ്വലാത്തുൽ ഹാജ എന്ന്.
വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ സ്വലാത്തുൽ ഹാജയിലൂടെ നമുക്ക് ഇതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. സ്വലാത്തുൽ ഹാജ നിർവഹിക്കൽ കൊണ്ട് നമുക്ക് ഇതിനൊക്കെ പരിഹാരമായി. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം നമുക്കറിയാം, ഹാജ നമ്മുടെ ആവശ്യം. നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. എന്ത് ചെറിയ സഗീറം വ കബീറ, ചെറിയതാണെങ്കിലും വലിയതാണെങ്കിലും, ചെവിരിപ്പിന്റെ വാറ് പൊട്ടിയാലും ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. വലിയ വലിയ പ്രശ്നങ്ങൾ ചോദിക്കേണ്ടതും അള്ളാഹുവിനോടാണ്, ചെറുത് ചോദിക്കേണ്ടതും അള്ളാഹുവിനോടാണ്, സുഖപ്രസവം ചോദിക്കേണ്ടതും അള്ളാഹുവിനോടാണ്, രോഗശമനം ചോദിക്കേണ്ടതും അള്ളാഹുവിനോടാണ്, മറ്റാരോടും ചോദിക്കാനില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, സഹായാഭ്യർത്ഥനകൾ മുഴുവനും നാം നേരിടേണ്ടത് അള്ളാഹുവിലേക്കാണ്. അതിന് ചില മാധ്യമങ്ങളും വഴികളും ഒക്കെ, അതിന്റെ ചില പ്രത്യേകതകളും മാനങ്ങളും ഒക്കെ പല രീതിയിൽ പല വശങ്ങളിലായിട്ട് നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. അവിടേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഇങ്ങനെ ഒരു ആവശ്യം, ഇങ്ങനെ ഒരു ഘട്ടം നമ്മളിലേക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അവിടെ നമുക്കുള്ള കരണീയമായ വഴി എന്താണ്, മുസ്ലിമിന്റെ ദിവസം എന്ന വിഷയത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളത്. നാം കൊണ്ടുവരേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സ്വലാത്തുൽ ഹാജ, ഹാജത്തിന് വീട്ടാനുള്ള നിസ്കാരം. ഉസ്വല്ലി സുന്നത്തർ റകഅത്തൈനി സ്വലാത്തുൽ ഹാജ ലില്ലാഹി തആല അല്ലാഹു അക്ബർ, നിസ്കരിക്കുക. എങ്ങനെയാണ് പ്രവാചകൻ ആ കാര്യം നമ്മളിലേക്ക് അറിയിച്ചത് എന്നത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അതായത് ഒരു മുസ്ലിം യഥാർത്ഥത്തില് അലിയായ കബീറായ അള്ളാഹുവിലേക്കാണ് അവന്റെ സകല കാര്യങ്ങളിലും അവന്റെ മടക്കം അവിടേക്കാണ്. അത് ചെറുതായാലും വലുതായാലും ഒക്കെ അങ്ങോട്ടാണ്. അതായത് അള്ളാഹുവാണ് നമ്മുടെ അഭയ കേന്ദ്രം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്തെങ്കിലും ഒരു കാര്യത്തില്, അതായത് കുല്ലമ ഹസബഹു അംറെന്നാണ്, ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ എന്താ, ലജഅ ഇലാ റബ്ബിഹി സുബ്ഹാനഹു തആല, ലജഅ ഇലാ റബ്ബിഹിൽ അസീസിൽ കരീമിൽ ഗഫൂരിർ റഹീം, അനുഗ്രഹവാനായ, പൊറുക്കു തരുന്ന, ഔദാര്യവാനായ, യോഗ്യനായ റബ്ബിലേക്കാണ് മടങ്ങാറ്. അവനാണ് അള്ളാഹുലേക്ക്. അള്ളാഹുവിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടാണല്ലോ വിഷയം. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, പ്രവാചകൻ ഈ വിഷയം സ്വഹാബ കിറാമിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല അവരോട് കൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഏത് വഴിയിലും അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും ആ ചര്യം പിൻപറ്റലാണല്ലോ നമുക്കും ഏറ്റവും ഉത്തമമായിട്ടും അഭികാമ്യമായിട്ടും ഉള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ശൈലി ഇങ്ങനെയാണ്. അതായത് ഫഇദാ നസലത്ത് ബിൽ മുസ്ലിമി ഹാജത്തുൻ മിൻ ഹാജാത്തി ദുനിയ, ഒരു മുസ്ലിമില് എന്തെങ്കിലും ദുന്യവിയായ ഭൗതിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വല്ല ആവശ്യവും നേരിട്ട് കഴിഞ്ഞു, അവസാബഹുൽ കർബു, വല്ല ബുദ്ധിമുട്ടുകളും വേദനകളും പ്രയാസങ്ങളും അവന് എത്തിപ്പെട്ടു, അല്ലെങ്കിൽ ലൗ നസലത്ത് ബിഹിൻ നവാസിലു, ആഫത്തുകൾ അവനിൽ ഇറങ്ങി. അങ്ങനെ വരുന്ന സമയത്ത് മുസ്ലിം എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഉറപ്പാണ് അതിനൊരു മുക്തത കിട്ടണം, അതിന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളും ലോകത്തില്ല. അങ്ങനെ വരുമ്പോൾ നാം അപ്പോൾ അവർ എവിടേക്കാണ് ആവശ്യം, ആരിലേക്കാണ് ആവശ്യക്കാരനാവുന്നത്? പടച്ചറബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആലയിലേക്ക്. കാരണം അല്ലാഹു യഹ്താജു ഇലൈഹി ഫീ കുല്ലി ഹാലിൻ ലിയർഫഅഹു മാ നസൽ, നമ്മൾ ഇറങ്ങിയ ആഫത്ത് മുസീബത്ത് തട്ടാൻ അതിന് യോഗ്യൻ, അതിന് കരുത്ത്, അതിന്റെ കഴിവ് ആരിലാണ്? അള്ളാഹുവിലാണ് ഉള്ളത്. നമ്മുടെ ഹാജത്തുകൾ വീട്ടിത്തരാനുള്ള ശക്തൻ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതായത് അല്ലെങ്കിൽ ഒരു ബനി ആദം, അതായത് ആദം സന്തതികളിൽ നിന്ന് ആരിലേക്കെങ്കിലും ഒരു ആവശ്യം നേരിട്ട് കഴിഞ്ഞാലും അള്ളാഹുവിനോട് തന്നെയാണ് സഹായം നാം അഭ്യർത്ഥിക്കേണ്ടത്. അത് നമ്മിൽ നിന്ന് നീങ്ങിപ്പോവാൻ, അതിൽ നിന്ന് മുക്തമാവാൻ. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പുണ്യ പ്രവാചകന് പഠിപ്പിച്ചു തന്നത്, നിങ്ങൾ 2 റക്അത്ത് സ്വലാത്തുൽ ഹാജ നിസ്കരിക്കണമെന്നാണ്. ആ വിഷയം ഹദീസിന്റെ വെളിച്ചത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു. അൻ അബ്ദുല്ലാഹി ഇബ്നു ഔബി ഔഫ റളിയല്ലാഹു അൻഹുമ എന്നിവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ് കാണാം. ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ പ്രവാചകൻ മുത്തനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലു അല നബിയിൽ മുസ്തഫ മുഖ്താർ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഹബീബി യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലൈഹി. ആ പ്രവാചകൻ പുറപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, മൻ കാനത്ത് ലഹു ഹാജത്തുൻ ഇലല്ലാഹി തആല, ആർക്കെങ്കിലും അല്ലാഹുവിലേക്ക് ഒരു ആവശ്യമുണ്ട് എങ്കിൽ, നേരിട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഔ ഇലാ അഹദി മിൻ ബനി ആദമ, ആദം സന്തതികളിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കണം, അവരോട് എന്തെങ്കിലും ആവശ്യപ്പെടണം എന്നുള്ള ഒരു നില ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഫല്യതവല്ല, റസൂലുള്ളാഹി പറയാണ്, അവൻ വുളു
ചെയ്തു കൊള്ളട്ടെ. വൽയുഹ്സിൻ വുളൂഅ, ആ വുളൂവിനെ അവൻ നന്നാക്കി കൊള്ളട്ടെ. ധൃതി പിടിച്ചുകൊണ്ട് അവിടെയും ഇവിടെയും തൊട്ടു തോണ്ടിയിട്ടുള്ള വുളു അല്ല, പരിപൂർണമായി അതിലുള്ള നീയത്തുകളും അതിന്റെ സുനനുകളും ആദാബുകളും ചിട്ടുകളും ഒക്കെ പാലിച്ചുകൊണ്ട് വുളു എടുക്കട്ടെ. എന്നിട്ട് വൽയുസല്ലി റകഅതൈൻ, 2 റകഅത്ത് അവൻ നിസ്കരിച്ചു കൊള്ളട്ടെ. സുമ്മ ലിയഇൻ അലല്ലാഹി അസ്സ വജൽ, പിന്നെ അല്ലാഹുവിലേക്ക് അവൻ മടങ്ങിക്കൊള്ളട്ടെ. വൽയുസല്ലി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ അവൻ സ്വലാത്തിനെ അധികരിപ്പിക്കുകയും ചെയ്യട്ടെ. തുമ്മ ലിയഖുൽ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, നിസ്കാരം കഴിഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി, എന്നിട്ട് അവൻ പറയട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല, അൽ ഹലീമു, അവൻ ക്ഷമാശീലനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലീമാണ്, അവൻ കൃപ ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അൽ കരീമു, ഔദാര്യവാനാണ്. സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അളീം, അർശിന്റെ റബ്ബായ, അളീമായ അർശിന്റെ റബ്ബായ അല്ലാഹുവിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. എന്നിട്ട് പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവമാന സ്തുതികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷിപ്തമാണ്. എന്നിട്ട് ചോദിക്കുന്നു, അസ്അലുക റബ്ബേ, ഞാൻ ചോദിക്കുന്നു, മുജീബാത്തി റഹ്മതിക്, നിന്റെ അനുഗ്രഹത്തിന്റെ വഴി, നിന്റെ അനുഗ്രഹത്തിന്റെ ആ കേദാരം, നിന്റെ അനുഗ്രഹത്തിന്റെ ആ ഒരു കൂട്ട് അല്ലാഹു നിന്നോട് ഞാൻ ചോദിക്കുന്നു. വഅസായിമ മഗ്ഫിറതിക, നിന്റെ ഔദാര്യമായിരിക്കുന്ന പുറത്തുതരൽ മഗ്ഫിറത്ത് ഞാൻ ചോദിക്കുന്നു. വൽ ഗനീമത മിൻ കുല്ലി ബിർ, എല്ലാ ഗുണത്തിൽ നിന്നും ഔദാര്യമായി തരുന്ന ഗനീമത്ത് സ്വത്ത് പോലെ ആ കാര്യങ്ങളും നിന്നോട് ചോദിക്കുന്നു. വസ്സലാമത മിൻ കുല്ലി ഇസ്മ, എല്ലാ കുറ്റങ്ങളിൽ നിന്നും രക്ഷയെ ചോദിക്കുന്നു. ലാ തദഅലി ദംബ, അല്ലാഹുവേ ഒരു ദോഷവും എന്നെ നീ ഉപേക്ഷിക്കല്ല റബ്ബേ, ഇല്ലാ ഗഫറത, അത് പുറത്തു തന്നിട്ടല്ലാതെ. വലാ ഹമ്മ, എന്തൊക്കെ മുഷിപ്പുകളുണ്ടോ, എന്തൊക്കെ മാനസികാസ്വസ്ഥങ്ങളുണ്ടോ, എന്തൊക്കെയോ തട്ടുതടവുകളുണ്ടോ, അതൊക്കെയും എന്നെ മാറ്റണേ റബ്ബേ. വലാ ഹമ്മൻ, എന്ത് മാനസിക വിഷമങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം നീ ഇല്ലാ ഫറജിത, അതിനെ നീ തുറവിടി തന്നിട്ട് അല്ലാതെ ഒഴിവാക്കല്ല റബ്ബേ. വലാ ഹാജതൻ യലക റിള, അല്ലാഹുവേ എനിക്കൊരുപാട് ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളുണ്ട്, നിനക്ക് തൃപ്തിപ്പെട്ടതാണെങ്കിൽ ആ ആവശ്യത്തെ ഇല്ലാ ഖളൈത, അതിനെ വീട്ടിയിട്ടല്ലാതെ മാറ്റി നിർത്തല്ല റബ്ബേ. യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്യണം. ഈ ദുആവും ഈ നിസ്കാരത്തിന്റെ ശൈലിയും ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇബ്നു മാജയിൽ യാ അർഹമർ റഹീമീൻ എന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെയുമുണ്ട്, നിങ്ങൾ ദുന്യവിയായ ഉഖറവിയായ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നും ആ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ആ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ നമുക്ക് കൊണ്ടുവരേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അളീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്അലുക മുജീബാത്തി റഹ്മതിക വഅസായിമ മഗ്ഫിറതിക വൽ ഗനീമത മിൻ കുല്ലി ബിർരിൻ വസ്സലാമത മിൻ കുല്ലി ഇസ്മ, ലാ തദഅ ലനാ ദംബൻ ഇല്ലാ غفرته ولا هما إلا فرجته ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين. ഇനി ഒറ്റക്കാണെങ്കിൽ ലാ തദഇ ലി ദംബൻ ഇല്ലാ ഗഫർതഹ എന്ന് ചൊല്ലുക. മാത്രവുമല്ല, അൻ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു എന്നിവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അന്ന അഅമ അതാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലുള്ളാഹ് ഉദുല്ലാഹ അൻ യക്ഷിഫ ലി അൻ ബസരി. ഒരു അഅമ, ഒരു കണ്ണ് കാണാത്ത മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് വന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നേരിട്ട് അല്ലാഹുവിലേക്കല്ല പോയത്, അല്ലാഹുവിന്റെ റസൂലിലേക്ക് വന്നുകൊണ്ട് പറയുന്നു, ഉദുല്ലാഹ അൻ യക്ഷിഫ ലി അൻ ബസരി, എന്റെ കാഴ്ചയൊന്ന് തിരിച്ചു കിട്ടാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കൂ പ്രവാചകരെ. ഖാല, അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, അത് അങ്ങനെ കടന്നാ പോരെ, ആ കാഴ്ച വേണോ, അത് അങ്ങനെ ഉണ്ടായ അത് തന്നെ ഖൈറല്ലേ എന്ന നിലയ്ക്ക് അതൊക്കെ അങ്ങനെ ഉപേക്ഷിച്ചാൽ പോരേന്ന് വെച്ചു. ഖാല യാ റസൂലല്ലാഹ്, അപ്പൊ അല്ലാഹുവിന്റെ റസൂലെ എന്ന് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നഹു ഖദ് ശഖ്ഖ അലയ്യ ദഹാബു ബസരി, എന്റെ മേൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് റസൂലെ, പ്രയാസമുണ്ട്, വിഷമമുണ്ട്, അതുകൊണ്ടാണ് റബ്ബേ റസൂലെ എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ അല്ലാഹുവിന്റെ റസൂല് കൊടുത്ത മറുപടി നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫന്തലിഖ് ഫതവല്ല,
നീ പോയിട്ട് ഒതുട്ടുക. സുമ്മ സ്വല്ലി റകഅതൈൻ, പിന്നെ 2 റകഅത്ത് നീ നിസ്കരിക്കുക. ഇതാണ് സ്വലാത്തുൽ ഹജ്ജ. നമുക്ക് ബിസിനസ് ബുദ്ധിമുട്ട് വന്നു, കുട്ടിക്ക് രോഗമാണ്, വിഷമം വന്നു, മാനസികമായ അസ്വസ്ഥത വന്നു, ഭാര്യയുടെ സ്വഭാവത്തിൽ ബുദ്ധിമുട്ട് വന്നു, പലതും 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 നമ്മളെ തൊട്ട് തീണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുക്തത കിട്ടാൻ ചെയ്യാവുന്ന വഴിയാണ് ഈ പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ സുമ്മ സ്വല്ലി റകഅതൈൻ, പിന്നെ നീ 2 റകഅത്ത് നിസ്കരിക്കുക. ആ നിസ്കാരത്തിൽ ഒന്നാമത്തെ റകഅത്തില് ദുആഉൽ ഇഫ്തിതാഹ് വജ്ഹതു ഫാത്തിഹ, അതിനുശേഷം സൂറത്ത് ഖാഫിറൂൻ ഓതിയാലും മതി. അതിനുശേഷം ഫാത്തിഹ, അതിനുശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്. പിന്നെ നീ പറയണം അല്ലാഹുമ്മ, പിന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ, ഈ മനുഷ്യനോട് പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, വ അതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ നേരിടുന്നു, ബിനബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കിക്കൊണ്ട്. ഈ വസീലയാണ് നമ്മൾ പറയുന്നതുള്ളൂ, ഇതുമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുമുള്ളൂ. പ്രവാചകൻ തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണല്ലോ, ബിനബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തവസ്സുൽ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പ്രവാചകൻ ചര്യ തന്നെ പഠിപ്പിച്ചു തന്നു എന്നതിന് വ്യക്തമാണ്. ഇങ്ങനെയാണ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അത് തന്നെ നബിയ്യർ റഹ്മ, അനുഗ്രഹത്തിന്റെ പ്രവാചകനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നിന്നിലേക്ക് ഞാൻ നേരിടുന്നു. അപ്പം നബിയാണ് നമുക്കുള്ള വസീലയായി കൊണ്ടുവന്നത്. യാ മുഹമ്മദ്, എന്നിട്ട് പറയുന്നു, യാ മുഹമ്മദ്, യാ മുഹമ്മദ് നബിയെ, ഇന്നി അതവജ്ജഹു ഇലാ റബ്ബി, ഇന്നി തീർച്ചയായിട്ടും ഞാൻ അതവജ്ജഹു ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് ഞാൻ നേരിടുന്നു, ബിക നിങ്ങളെ ഇടയാളനാക്കിക്കൊണ്ട്, നിങ്ങളെ മധ്യസ്ഥനാക്കിക്കൊണ്ടും തവസ്സുലാക്കിക്കൊണ്ടും. എന്നിട്ട് ഞാൻ പറയുന്നു, യക്ഷിഫലി അൻ ബസരി, എന്റെ കാഴ്ചശക്തി ഒന്ന് വെളിവായി കിട്ടാൻ, എന്റെ കാഴ്ചശക്തി എനിക്കൊന്ന് കശ്ഫ് ചെയ്യാൻ, അതൊന്ന് തുറന്നു കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഇടയാളനാക്കിക്കൊണ്ട് ചോദിക്കുന്നു റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അല്ലാഹുമ്മ ശഫ്യഹു ഫിയ, അല്ലാഹുമ്മ അല്ലാഹുവേ, ഷഫ്യഹു അദ്ദേഹത്തിന്റെ ശുപാർശ സ്വീകരിക്കണേ, ഫിയാനിലായിട്ട്, വശഫ്യനി ഫി നഫ്സി, എന്റെ ശരീരത്തിലും ആ ഷഫാഅത്തിനെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പ്രവാചകൻ കൽപ്പിച്ചു. ഫറജ, അങ്ങനെ അദ്ദേഹം മടന്നു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു, സ്വലി നിസ്കരിച്ചു, മടങ്ങിപ്പോന്നു. ഏത് സ്ഥിതിയിലും വഖദ് കശഫല്ലാഹു അൻ ബസരിഹി, അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി വീണ്ടും കിട്ടിയിരിക്കുകയാണ്. ഈ ഹദീസ് എവിടെയുണ്ട്? ഇതെവിടെയുണ്ട്? സിഹാഹിലുണ്ട്. അതാണ് റവാഹു തിർമിദി, ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. എന്നിട്ട് പറഞ്ഞു, ഈ ഹദീസ് സ്വഹീഹാണ്, ബിനഖലി അദൽ താമുല്ലബതി മുത്തസിൽ സനദ് ഗൈറ മുഅല്ലലിൻ വലാ ഷാദ് എന്ന ആ നിയമത്തിൽ ഒത്ത ഹദീസും കൂടിയാണ്. പിന്നെയോ നസായിയിലുമുണ്ട്, അതുപോലെ തന്നെ ഇബ്നു മാജയിലുണ്ട്, സഹീഹ് ഇബ്നു ഖുസൈമയിലുണ്ട്, ഹാക്കിം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ പ്രവാചകന്റെ അടുക്കൽ വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞത് 2 റക്അത്ത് നിസ്കരിക്കാൻ. ആ നിസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇത്തരത്തിലായിരുന്നു. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു വലിയ വിഷയം, ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിലാണ് എന്ന് വെച്ച് ലാ യഖ്തസ്സു ബിസബരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി, ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ മാത്രം, അപ്പോൾ മാത്രമുള്ളതല്ല. ബൽ ഹുവ ആമു മിൻ ദാലിക, ഇത് അതിനുശേഷം വരുന്ന സകല കാലികമായിട്ടുള്ള വിഷയമാണ്, മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നതിനുള്ള ലക്ഷ്യം എന്താണ്? ഇമാം തൊബറാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ റിവായത്തുണ്ട്. കാരണം അന്ന റജുലൻ, ഒരു പുരുഷൻ, ഒരാൾ, കാന യഖ്തലിഫു ഇലാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഫി ഹാജത്തിഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അടുക്കൽ യഖ്തലിഫു എന്ന് ഇടക്കിടക്കിനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് വരും, ഒന്ന് പോകും, പിന്നെ വരും, അങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഇടക്കൊക്കെ വരും. വക്കാന ഉസ്മാൻ ലാ യൽതഫിലഹി, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അയാൾക്ക് അങ്ങ് തിരിഞ്ഞു നോക്കൂല, അയാളെങ്ങനെ ഇടക്കിടക്ക് വരുന്നു, പൊണു പൊളിച്ചു എടുക്കുക. വലാ യൻദുറു ഫി ഹാജത്തിഹി, അയാളെ ആവശ്യം എന്താന്നുള്ളതിലേക്ക് നോക്കൂല. ഫലഖിയ ഉസ്മാൻ ഇബ്നു ഹുനൈഫ്, അങ്ങനെ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്നിവരെ കണ്ടുമുട്ടി. ഫശക്കാ ദാലികലി, അപ്പൊ ഈ വിഷയം അവരോട് പറഞ്ഞു. ഫഖാല ഉസ്മാൻ ഇബ്നു ഹുനൈഫ്, അപ്പോൾ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്നിവർ അവരോട് പറഞ്ഞതാണ്, ഇത്തിൽ മിവാത ഫതവല്ല, നീ ഉളുണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഉളുണ്ടാക്ക്. തുമ്മ ഇത്തിൽ മസ്ജിദ, പിന്നെ നീ പള്ളിയിലേക്ക് പോ. ഫസല്ലി ഫീഹി റകഅത്തിന, പള്ളിയിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്ക്. തുമ്മ ഖുൽ, പിന്നെ ഇജ്ജ് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ തവജ്ജഹു ഇലൈക, അല്ലാഹുമ്മ റബ്ബേ ഇന്നി അസ്അലുക, ഞാൻ ചോദിക്കുന്നു, വ തവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ നേരിടുന്നു, ബി നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയർ റഹ്മതി യാ മുഹമ്മദ്, നബിയർ റഹ്മ, അനുഗ്രഹത്തിന്റെ പ്രവാചകനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വസീലയാക്കി ഞാൻ ചോദിക്കുന്നു. എങ്ങനെ ചോദിക്കുന്നു? യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ഫയഖ്ലി
അഖ്ലിയ ഹാജത്തി, നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്റെ ആവശ്യം ഒന്ന് വീട്ടിൽ കിട്ടാൻ. അങ്ങനെ നീ ചോദിക്കുക. ഫതദക്കർ ഹാജതക, നിന്റെ ആവശ്യത്തെ നീ ഓർക്കുകയും ചെയ്യുക. അങ്ങനെ ഫറഹ ഇലയ്യ ഹത്ത അറൂഹമാക്, അപ്പൊ നിനക്കൊരു സമാധാനവും ശാന്തിയും റാഹത്തൊക്കെ അതിൽ നിനക്ക് വീണ്ടെടുക്കാൻ കഴിയും. അങ്ങനെ ഇയാള് പോയി. അവിടെ പറഞ്ഞ മാതിരി ആള് ചെയ്തു. പിന്നെ അയാള് ഉസ്മാൻ എന്നിവരുടെ ബാദിലിന്റെ അടുക്ക് സുമ്മാത്ത ബാബ ഉസ്മാന ഫജാവൽ ബിയദി, ആൾ ഉസ്മാൻ എന്നിവരുടെ ഡോറിന്റെ അടുത്തിൽ വന്നു. അങ്ങനെ വാതിൽ മുട്ടി. അപ്പോ ബവാബിൽ നിൽക്കുന്ന അയാളെ പിടിച്ചു, കൈ പിടിച്ചിട്ടുള്ളിരിക്കുന്നു. ഫദഖലഹു അല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ അഫ്ഫാൻ എന്നവരുടെ അടുക്കൽ പ്രവേശിച്ചു. ഫജലസഹു മഅഹു അല തൻഫസത്തി, അദ്ദേഹത്തിന്റെ അടുക്കൽ ഇരുന്നു. അപ്പൊ കാല ചോദിച്ചു മഹാജത്തുക, അപ്പോ അദ്ദേഹം എന്ത് പറഞ്ഞു? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നിവര് ഇങ്ങനെ അങ്ങോട്ടുകൊണ്ട് തിരിഞ്ഞപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നിവരെ കണ്ട വിഷയവും ഈ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഈ വിഷയം എല്ലാം അവിടെ സ്ഥിരീകരിച്ചു കൊടുക്കുകയും ചെയ്യും. അത്താക്കാനത്തെ ഹാദിസ, ഈ സായത്ത് വരെ ഉണ്ടായ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ വിഷയം പറഞ്ഞു. ഈ ടൈം വരെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, എന്റെ ആവശ്യം നിറവേറി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഉസ്മാൻ ഇബ്നു ഹനീഫ് എന്നിവരെ കണ്ടു. അപ്പോൾ ഉസ്മാൻ ഇബ്നു ഹനീഫ് എന്നിവര് ഇവർക്ക് പറഞ്ഞു കൊടുത്തത്, ഞാൻ പ്രവാചകന്റെ അരികിൽ ഉണ്ടായപ്പോൾ ഇങ്ങനെ കണ്ണു കാഴ്ചയില്ലാത്ത ഒരാൾ വരികയും ഈ വിഷയം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് പറയുകയും ചെയ്തപ്പോൾ പ്രവാചകൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു എന്നതാണ് അവിടെ ഉണ്ടായത്. അത് നിങ്ങൾക്കും ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നും എന്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു? പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ നേരിട്ട് ചെയ്ത വിഷയം പ്രവാചകന്റെ ശേഷം ഉസ്മാൻ ഇബ്നു ഹനീഫ് എന്നിവര് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ അടുക്കൽ വന്ന റളിയല്ലാഹു തആല അൻഹു അവരുടെ അടുക്കൽ വന്ന ഒരാൾക്കും പറഞ്ഞു കൊടുത്തു എന്നതുകൊണ്ട് തന്നെ അതിൽ നിന്നും എല്ലാം നമുക്ക് രേഖയാണ്. ഇത് കാലിക പ്രസക്തിയുള്ളതാണ്, ഏത് കാലത്തും എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ് എന്ന്. അപ്പോൾ മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് വല്ല കാര്യങ്ങളും വല്ല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുമ്പോൾ നമുക്ക് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ചോദിക്കാം. പ്രവാചകനെ നമുക്ക് തവജ്ജുഹ് ചെയ്യാം, പ്രവാചകനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചോദിക്കാം. ഇനി അതൊന്നുമില്ല, 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം എന്ന് പറഞ്ഞ പ്രാർത്ഥന. അപ്പോൾ മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയത്തിൽ ഇന്ന് നാം മനസ്സിലാക്കിയത് സ്വലാത്തുൽ ഹാജ, അതിന്റെ പ്രാധാന്യം പ്രത്യേകതയാണ്. അത് അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് അമല് ചിട്ടപ്പെടുത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സദുദ്യമങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹും സാലിഹത്തുമാക്കി തരട്ടെ. അവരുടെ സ്വഭാവങ്ങളെ നന്നാക്കി തരട്ടെ. നമ്മുടെ നാട്ടിലും വീട്ടിലും എല്ലാം അള്ളാഹു സ്നേഹവും ഐക്യവും മമതയും എല്ലാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ദീനി സേവന രംഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ وجهنا للخير وجه خير لنا يا ارحم الراحمين. اللهم انجنا من جهالنا من كيد الشيطان وسكرات الموت يا ارحم الراحمين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله تعالى رب العالمين. السلام عليكم ورحمه الله تعالى وبركاته. എല്ലാവരും ദുആ ചെയ്യൂ.